Hello friends, welcome to the channel. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മോണിറ്റർ ലൈറ്റ് ആണ് അല്ലെങ്കിൽ നമുക്കൊരു സോഴ്സ് സ്ക്രീൻ ലൈറ്റ് എന്നൊക്കെ പറയാം മോണിറ്റർ ലൈറ്റ് എന്നൊക്കെ പറയാം ഹാങ്ങിങ് ലാമ്പ് അങ്ങനെ കുറേ പേരുകൾ നമുക്ക് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ ലൈറ്റ് നമ്മുടെ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റിനെ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളിപ്പോൾ നോർമലി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉപയോഗിക്കാറുണ്ട്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. കുറേ പേരില്ല റോങ് ആണ് സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നല്ല ഡിഫറൻസ് എനിക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ട്. എന്താ വെച്ചാൽ അത്യാവശ്യം ചിലപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ കണ്ണട ഗ്ലാസും സംഭവമൊന്നും ഇല്ലാണ്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തലവേദന എടുക്കും. പക്ഷേ ഗ്ലാസ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് കുറവ് വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ട് തന്നെ. എന്താ വെച്ചാൽ അതിന് നല്ല ബ്ലൂ സ്ക്രീൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നല്ല അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ ഐ സ്ട്രെയിനൊക്കെ കുറയ്ക്കാനുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ മോണിറ്ററായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ ഇതിന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മെയിൻ ലൈറ്റ് സോഴ്സ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മുടെ ഈ ലൈറ്റിന് ഇവിടെ മാത്രം, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇവിടെയാണ് ഇത് വെക്കുക. ഇവിടെ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ മാത്രം ലൈറ്റ് വരും ചെയ്യും. അപ്പോൾ നമുക്ക് നോർമൽ പോലെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം 𝗵𝑁𝑄ൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിലത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടക്സർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ടക്സർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 19 ഇഞ്ച് ഒരു എന്താ പറയുക സോഴ്സ് സ്ക്രീൻ ഹാങ്ങിങ് ലാമ്പ് അതിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോൺട്രാക്റ്റഡ് ദ ലാമ്പ് ബോഡി, ഡസ് നോട്ട് ഓക്യുപ്പൈ സ്പേസ്, പിന്നെ എന്താ പറയുക സ്റ്റെപ്ലെസ് ഡിമ്മിങ് ആണ്. അതുപോലെ തന്നെ 3 കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. USB പവർഡാണ്. Type-C പോർട്ടിൽ ത്രൂ USB പവർഡാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബോക്സ് ജസ്റ്റ് ഒന്ന് അടുത്ത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ അതാണ് നമുക്ക് ടക്സറിൻ്റെ ബ്രാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഴ്സ് സ്ക്രീൻ ഹാങ്ങിലായിട്ട് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ച കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ടൈമർ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അതിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടിയും ക്ലിയർ ആക്കി കാണിച്ചു തരാം. 60 മിനിറ്റ് ടൈമർ മോഡ് എന്നൊരു നമുക്ക് ടച്ച് സ്ക്രീൻ ബട്ടൺ വരുന്നുണ്ട് നമ്മുടെ ഈ സാധനമായി. ഞാൻ കാണിച്ചു തരാം. ഓൺ ഓഫ് കീ വരുന്നുണ്ട്, കളർ ടെമ്പറേച്ചർ ബ്രൈറ്റ്നസ് കീ വരുന്നുണ്ട്, ഷോർട്ട് കട്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആമസോണിൻ്റെ സംഭവം കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക പ്രൊഡക്റ്റ് മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് 1 ആംപിയറിൻ്റെ കറണ്ടാണ് പറയുന്നത്. പവർ സപ്ലൈ 5 വാട്ടിൻ്റെ ലൈറ്റാണ് വരുന്നതിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 5499 രൂപയാണ്. പക്ഷേ ആ റേഞ്ചൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ 2100, 2200, 2000 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരിക. എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഉണ്ടാവും, നമുക്കൊരു കേബിളും ഉണ്ടാവും കേട്ടോ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഞാനത് ഓപ്പൺ ചെയ്യാണ്. ഇതിൽ ഞാൻ ആക്ച്വലി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മളതിൽ ഗെയിമിങ്ങും അതുപോലെ തന്നെ ഫൈനാൻസ് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ആയുർവേദിക് ഹെൽത്തിൻ്റെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഓപ്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സംഭവം ഉണ്ടോ. ഇതിൽ നമുക്ക് നമ്മുടെ ലൈറ്റ് മെയിൻ ലൈറ്റ് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കേബിളും ഉണ്ടായിരിക്കും. നല്ല ലെങ്ത്തുള്ളൊരു Type-C to Type-A കേബിളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഏതെങ്കിലും നമ്മുടെ മോണിറ്ററിന് തന്നെ നിങ്ങൾക്ക് USB കേബിൾ ഉണ്ടെങ്കിൽ USB സ്ലോട്ട് ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്ത് കൊടുത്താലും മതി. അതാണ് ലൈറ്റ് വരുന്നത്. മെറ്റൽ ബോഡിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. അതിൻ്റെ സ്റ്റാൻഡ് ഭാഗമാണ് നമ്മുടെ ബാക്കിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വയർ വരുന്നത്. അപ്പോൾ ഞാൻ വയർ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ടാവും ചെയ്യുന്നു. ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ അത്യാവശ്യം നല്ല ടൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ 𝗵𝑁𝑄ൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് കുറച്ചും കൂടിയും ഇത് ശരിക്കും ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റാണ്. 𝗵𝑁𝑄നൊക്കെ നമുക്കൊരു 10,000 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരും കേട്ടോ. 𝗵𝑁𝑄ൻ്റെ മുകളിലൊക്കെ 𝗵𝑁𝑄 എന്നുള്ള കിട്ടുന്നതായിരിക്കും. എന്താ പറയുക നമ്മുടെ മുമ്പത്തെ മോണിറ്റർ 𝗵𝑁𝑄ൻ്റെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ 32 ഇഞ്ചിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 19 ഇഞ്ചിൻ്റെ ഇതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക വേണ്ടു. ഇതിപ്പോൾ എൻ്റെ ഇവിടെ നമ്മുടെ എന്താ പറയുക ഞാൻ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ അവിടെ ലിനോവേൻ്റെ ഇതിരിക്കുന്നുണ്ട് എന്താ പറയുക വെബ് ക്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ചുമ്മാ അങ്ങനെ വയ്ക്കുക വേണ്ട, വേറെ ഒന്നും വേണ്ട. എന്താ ലൈറ്റ് എടുക്കുക, എന്താ ഇങ്ങനെ ആ സ്ലോട്ടിൽ വെച്ച് കൊടുക്കുക കണ്ടു. ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ വയറും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു സ്ലോട്ട് വരുന്നുണ്ട് കേട്ടോ.
ഇത് അത്യാവശ്യം ഹെഫ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ബാക്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഇരുന്നോളും. നമുക്ക് ഇവിടെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വെക്കുക, എന്താ ഇങ്ങനെ വെക്കുക, ഉണ്ടോ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. എന്താ ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് സോഴ്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ തൽക്കാലം ഇവിടേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഞാനത് ഓൺ ചെയ്യട്ടെ കേട്ടോ. എന്താ ഞാൻ എൻ്റെ ലൈറ്റ് സോഴ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പവർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ ഒരു ടച്ച് ബട്ടൺസ് ഉണ്ട് 3 എണ്ണം. ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം. നമുക്കിവിടെ ടച്ച് ബട്ടൺസ് 3 എണ്ണം വരുന്നുണ്ട്. കണ്ടോ ഇത് ടച്ച് ബട്ടൺസ് ആണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് എത്തി. കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് നോർമൽ നമ്മുടെ എന്താ പറയുക വാം ലൈറ്റ്, ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ള സംഭവമുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കളറും മാറ്റാൻ കണ്ടു. ഇതിപ്പോൾ വൈറ്റ് ലൈറ്റായി. ഇത് നമുക്ക് ഇത് അമർത്തി കഴിഞ്ഞാൽ ടൈമറായി, അതായത് 60 മിനിറ്റ് കഴിഞ്ഞാൽ ആ ടൈമർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്ക് ഈ നമ്മുടെ മെയിൻ ലൈറ്റ് സോഴ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റാണ് കിട്ടുക. ഇത് നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂട്ടാം. ഇത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ്സിലേക്ക് വരും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് വരുന്നത്. ഉണ്ടോ ഇതാ നമുക്ക് ഇങ്ങനെ ഇതാ നിങ്ങൾക്ക് ഇവിടേക്കൊക്കെ ലൈറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യട്ടെ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ ടേബിൾ ഫുള്ള് ഗ്ലോ ചെയ്യുന്ന റേഞ്ചിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻ്റെ ഫേസ് അങ്ങനെ ക്ലിയർ ആവില്ല എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം പറഞ്ഞത് നമ്മൾ ലൈറ്റ് നിർത്തിയിരുന്നു. ആ സൈഡിലത്തെ ലൈറ്റ് നമുക്ക് നോക്കണ്ട കേട്ടോ. അത് നമ്മുടെ ജെല്ലക്കൂടെ വരുന്ന ലൈറ്റാണ്. അവിടെ നമുക്ക് ബ്ലോക്കിങ് വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ മോണിറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്മാർട്ട് മോണിറ്ററാണ്. അപ്പോൾ നമുക്കിതിൽ ടി വി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ടി വി ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. ടി വി വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ മോണിറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ മോണിറ്റർ ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഹോമിലേക്ക് പോയി. ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ബ്രൈറ്റ്നസ്സും കുറയ്ക്കാം. വാം ലൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇതാണ് ഇപ്പോൾ നോർമൽ. ഇത് നമ്മുടെ ഇത് ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇത് ഓൺ ചെയ്തിട്ട് കണ്ടോ ഡിഫറൻസ് വരാനുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഓഫ് ചെയ്ത് കാണിക്കാം. ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നതെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനെ ഇതുകൊണ്ട് തട്ടിയിട്ട് ആ എമിറ്റൻസിനെ നമ്മുടെ ബ്ലൂറേ എമിറ്റൻസിനെ കുറയ്ക്കും. അപ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് രാത്രിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഉറങ്ങും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുകയും ചെയ്യാം. കുഴപ്പമില്ല, നമ്മുടെ കണ്ണിന് എഫക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ രാത്രിയൊക്കെ ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ടി വി കാണുന്നതും മോണിറ്ററിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ കണ്ണിന് കേടാണ്. അപ്പോൾ ആ പർപ്പസിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നമുക്ക് ഓപ്ഷൻസ് ആക്ച്വലി ഈ റേഞ്ചിൽ നമുക്ക് ബഡ്ജറ്റ് ഓപ്ഷൻസ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ 1 ഇയർ വാറണ്ടി ഇത് തരുന്നുണ്ട് ടക്സർ. അപ്പോൾ ടക്സർ നിങ്ങൾ കേട്ടിട്ടായിരിക്കും ഈ അക്സസറീസും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. നമ്മുടെ ആപ്പിളിൻ്റെ അക്സസറീസ്, മാക്ബുക്കിൻ്റെ അക്സസറി നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ 2 മോഡൽ അവൈലബിൾ ആണ്. 13 ഇഞ്ചിൻ്റെ ഉണ്ട്, 19 ഇഞ്ചിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മോണിറ്ററിൻ്റെ സൈസ് 27-24 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾ 19 ഇഞ്ചിൽ പോയാൽ മതിയിട്ടാണ്. ഇത് നമ്മുടെ മോണിറ്ററിൻ്റെ സൈസ് 32 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പകുതി ഇട്ട് നിൽക്കണേ. എന്നാലും ഇത് മതി. 32 ഇഞ്ചായാലും ഇത് മതിയില്ല, 19 ഇഞ്ചിൻ്റെ മതി. അത്യാവശ്യം നല്ല ലൈറ്റ് സോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ വൈറ്റ് കളർ മോഡലാക്കി. എനിക്ക് കുറച്ചുകൂടി വൈറ്റ് ഇഷ്ടമാണ്, നമ്മൾ വൈറ്റ് ആക്കിയത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വിളണം. ബൈ.